ക്രിപ്റ്റിക് വീജ ബോർഡ് ഉണ്ടാക്കിയത് പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ പ്രത്യേകതരം ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ്. അതിൽ എഴുതിയിരുന്ന മഷി ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം നീലക്കല്ല് പൊടിച്ചിട്ടുണ്ടാക്കിയ മഷി ഉപയോഗിച്ചിട്ടാണ്. ഈ ലാപ്പിസ് ലസൂലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിന് ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്ന് ഈജിപ്തിലെല്ലാവരും വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാജിക്കലായിട്ട് അവർ കാണേണ്ട എല്ലാ കാര്യങ്ങളിലും അവർ ലാപ്പിസ് ലസൂലിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മിക്ക ഈജിപ്ഷ്യൻ പെയിൻറ്റിങ്ങുകളിലും നമ്മൾ കാണുന്ന നീല നിറം ലാപ്പിസ് ലസൂലിയാണ്. മിക്ക ഈജിപ്ഷ്യൻ സ്കൾപ്ചറുകളിലും കിരീടങ്ങളിലും നമ്മൾ കാണുന്ന നീല കല്ലുകൾ ലാപ്പിസ് ലസൂലി തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ലാപ്പിസ് ലസൂലി ഈ വീജ ബോർഡിൽ കൊണ്ടുവരാൻ കാരണം? ഇതിനൊരു മാജിക്കൽ പവർ കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും. പാപ്പിറസും ലാപ്പിസ് ലസൂലിയും ചേർന്നിട്ടുള്ള ഈ ഒരു ബോർഡിനെ ഈജിപ്തുകാർ വിളിച്ചിരുന്നത് വീസ് എന്നായിരുന്നു. വീസ് എന്ന ആ വാക്കിൽ നിന്നായിരിക്കാം വീജ എന്ന വാക്കുണ്ടായത്. ഒക്കൾട്ടിസത്തിനും ബ്ലാക്ക് മാജിക്കിനും ഉപയോഗിക്കുന്നതാണ് ക്രിപ്റ്റിക് വീജ ബോർഡ്. സാധാരണ ഒരു വീജ ബോർഡും ക്രിപ്റ്റിക് വീജ ബോർഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിപ്റ്റിക് വീജ ബോർഡിൽ സാത്താനിക് സിമ്പിൾസും ഒക്കൾട്ട് സിമ്പിൾസും ഒക്കെയാണ് ഉപയോഗിക്കാറ്. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലുകളും വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ ക്രിപ്റ്റിക് വീജ ബോർഡും സാധാരണ നമ്മൾ കാണുന്ന വീജ ബോർഡും തമ്മിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വീജ ബോർഡ് ഒരു കളിപ്പാട്ടം മാത്രമായി നമുക്ക് തോന്നാറുണ്ട്. പല ആളുകളുടെയും അഭിപ്രായം അനുസരിച്ച് ക്രിപ്റ്റിക് വീജ ബോർഡിന് സാധാരണ വീജ ബോർഡിനേക്കാൾ കൂടുതൽ റിസൾട്ടും വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.